ഈ സിനിമ ഇപ്പോൾ C5 അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കണ്ടു നോക്കി, എനിക്ക് അത്യാവശ്യം വർക്കായ ഒരു സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ കുറച്ച് രോമാഞ്ചിഫിക്കേഷനൊക്കെ അടിച്ച ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഒരു വൺലൈൻ എന്ന് പറഞ്ഞാൽ, കെവിൻ്റെ കഥാപാത്രം വേലു എന്ന് പറയുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. പുള്ളി ഈ പറയുന്ന അവിഹിത കേസുകളാണ് കൂടുതൽ കണ്ടുപിടിക്കാനൊക്കെ നോക്കുന്നത്. പുള്ളിക്ക് ഇമോഷൻസിനോടൊന്നും വലിയ താല്പര്യമില്ല, പണത്തോട് മാത്രമാണ് താല്പര്യമുള്ളൂ. പുള്ളി വിവാഹിതനാണ്, കുട്ടിയുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ ഭാര്യയായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. കുട്ടിയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ളത്. ഈ ഭാര്യയുടെ അപ്പനുമായിട്ട്, അതായത് അച്ഛനുമായിട്ട് കുറച്ച് നല്ല ടൈംസിലാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇയാൾ താമസിക്കുന്നത് ഇയാളുടെ അച്ഛൻ, അതായത് വേലു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അച്ഛന്റെ കൂടെ പുള്ളിയുടെ റെസ്റ്റോറൻറ്റിനോട് ചേർന്നുള്ള ഒരു ഒരു റൂമിലാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇയാൾക്ക് ഒരു 2 സുഹൃത്തുക്കളുണ്ട്, ഒരാൾ അഡ്വക്കേറ്റും ഒരാൾ പോലീസുമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നതിന് ഇവരാണ് കേസ് എന്നൊക്കെ ഇയാൾ ഊരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ലൈഫാണ്. പോകുന്ന സമയത്ത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റെസ്റ്റോറൻറ്റിൽ, ഇയാളുടെ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു പെൺകുട്ടി ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത്. ആദ്യം ഇവർക്ക് അറിയില്ല, ഇവർ പരസ്പരം ഈ പറയുന്ന പോലെ സംസാരിക്കുന്ന സമയത്തൊന്നും അറിയില്ല കല്യാണം കഴിച്ചിട്ടുള്ളതാണെന്ന് രണ്ടുപേരും. പക്ഷേ പിന്നീട് ഇവർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട് ഇവർ വിവാഹിതരാണെന്ന രീതിയിൽ. എന്നിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡും പെൺകുട്ടിയും കൂടി വേറൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കാൻ പോകുന്നു എന്ന രീതിയിൽ പറഞ്ഞ് ഇവനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് പുള്ളിക്കാരൻ രാത്രി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പ്രൊട്ടക്ഷൻ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ കുറച്ച് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് ആ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുള്ള ആളുകളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് കഥ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പോകുന്ന രീതിയിൽ, ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത് ചെന്ന് കയറി കൊടുക്കുന്നതാണ്. ഈ മാസ്ക് വെച്ച ഈ അവിടെ റോബറി നടത്തുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് ഇയാൾ ചെന്ന് കയറി കൊടുക്കുന്നതൊക്കെ കുറച്ച് ആ ഏരിയ നല്ല രസമാണ്. പിന്നീട് കഥ അങ്ങോട്ടേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് വലിച്ചു വീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ലൈമാക്സ് ഈ പറഞ്ഞ പോലെ കുറച്ചൊരു സാധാരണക്കാർക്ക് ആയിട്ട് വേണ്ടി കുറച്ച് ട്രിബ്യൂട്ട് പോലെ നമ്മളെ സുഖിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സംവിധായകൻ. എന്തായാലും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെ കേട്ടോ.